നമസ്കാരം. സഖാവ് പിണറായി വിജയനും സി പി എമ്മിനെയും നിശിതമായി വിമർശിച്ച് വീഡിയോ ചെയ്യുന്നവരിൽ ഒരാളാണ് ഞാൻ. അതിനർത്ഥം സി പി എമ്മിനെയും സഖാവിനെയും എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുക എന്നതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളീയരാണ്, മലയാളികളാണ്. നമ്മുടെ ഈ 3.5 കോടി ജനങ്ങളിൽ നമ്മൾ ഭിന്നിച്ചുകൊണ്ട് തന്നെയാണ് ഒന്നിച്ചു നിൽക്കുന്നത്. അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് തർക്കിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. നേരെ മറിച്ച് പുറത്തു നിന്നൊരാൾ, ഉദാഹരണത്തിന് തമിഴ്നാട്ടിലോ ഗോവയിലോ കർണാടകയിലോ ഉള്ള മറ്റൊരു വിഭാഗം, ഇനി അതല്ലെങ്കിൽ ലോകത്തിന്റെ വേറെ ഏതെങ്കിലും കോണിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗം കേരളത്തെ ചൊറിയാൻ വന്നാൽ, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തെ ചൊറിയാൻ വന്നാൽ ആ സമയത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ, അദ്ദേഹമാണ് സി പി എമ്മിന്റെ നേതാവാണ്, ആയിരുന്നു എന്നുള്ളതെന്നല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ കൈകൾക്ക് ശക്തി പകർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ താഴെ, അദ്ദേഹത്തിന്റെ കീഴെ അണിനിരന്നുകൊണ്ട് കേരളത്തെ ഒരു ചേർത്ത് പിടിക്കാനായിരിക്കും ഞാൻ ഉണ്ടാകുക. ഞാനെന്നല്ല, നമ്മൾ മലയാളികൾ അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ പി ഡി പി എന്നോ എസ് ഡി പി എന്നോ അല്ലെങ്കിൽ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ബി ജെ പി എന്ന് പോലും ചിന്തിക്കാൻ പാടില്ല. അവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം നമ്മൾ കേരളത്തിന് ഒന്നായി വരുന്ന ഒരു ആപത്ത്, അല്ലെങ്കിൽ കേരളത്തെ വെറുതെ ചൊറിയാൻ വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി, മലയാളികൾ ഒറ്റക്കെട്ടായി ഇന്നത്തെ ഭരണാധികാരിയുടെ കീഴിൽ അണിനിരക്കും. ആ ഭരണാധികാരി ഉചിതമായ തീരുമാനമെടുക്കും എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം, ഒരു സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഏതൊരു ഭരണാധികാരിയും, അത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല, മറ്റാരായാലും അങ്ങനെ തന്നെ എടുക്കുക. നമ്മൾ ജനങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം നിൽക്കേണ്ടത്. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ഇന്ത്യ ഒന്നായി എടുക്കുമ്പോൾ. ഇന്ത്യയിൽ മോദി വിരുദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ബി ജെ പിക്കും ആർ എസ് എസിനും മോദി വിരുദ്ധത കൊണ്ട് നിൽക്കുന്ന വലിയൊരു വിഭാഗമാണ് ഇവിടെ ഉണ്ട്. കാരണം അത്രത്തോളം വിമർശനവും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ വിഭിന്ന ആശയങ്ങൾ കൊണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങളുമുണ്ട്, അവരെ ചേർത്ത് നിർത്തുന്ന അണികളുമുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ ആത്യന്തികമായി എല്ലാവരുടെ ലക്ഷ്യം എന്താണ്? ഈ രാജ്യത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ ലോകത്ത് ഒരുത്തിന്റെ മുന്നിൽ അടിയറ വെക്കാതെ, ആത്മാഭിമാനം പണയം വെക്കാതെ അന്തസ്സോടെ നട്ടലുയർത്തി നിലനിൽക്കുക എന്ന് തന്നെയാണ്, നിലനിർത്തുക എന്ന് തന്നെയാണ് ഇവിടുത്തെ ഏതൊരു ഭരണ സംവിധാനത്തിന്റെയും ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അന്ധമായ മോദി വിരോധം കൊണ്ടോ അതല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം കൊണ്ടോ രാജ്യത്തിന് പുറത്തു നിന്ന് ഏതെങ്കിലും ഒരു ശക്തി ഇന്ത്യയെ ആക്രമിക്കാൻ വരുമ്പോൾ ഇവിടെ സി പി എം എന്നോ കോൺഗ്രസ് എന്നോ മറ്റേതെങ്കിലും പാർട്ടി എന്നോ, ഇനിയിപ്പോ പി വി അൻവറിന്റെ കാര്യം പറഞ്ഞ പോലെ വരെ തൃണമൂൽ കോൺഗ്രസ് എന്നോ ഒന്നും പറയാതെ, ഒന്നും നോക്കി നിൽക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഒന്നിച്ചു ഒരു ശക്തിയായി അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാനാണ് എനിക്കിഷ്ടം. ഇവിടെ നമ്മൾ കേരളത്തിൽ സഖാവ് പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ രാഷ്ട്രീയമായി ആഭ്യന്തരമായി നമുക്ക് ഒരുപക്ഷെ തർക്കങ്ങളോ യോജിപ്പുകളോ ഉണ്ടാകാം. പക്ഷെ ഒരു രാജ്യാന്തര തലത്തിൽ നമുക്ക് ഇന്ത്യയെ നിലനിർത്തേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ആഭ്യന്തര നിലപാടുകളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കില്ല അവിടെ എടുക്കുക എന്ന് പറയുന്നത്. അവിടെ രാജ്യത്തിനൊപ്പം നിൽക്കുക, പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര തർക്കങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ആ തർക്കങ്ങൾ 5 തവണ ഇതുവരെ നടന്നു കഴിഞ്ഞപ്പോൾ അതിലൊക്കെ പരാജയപ്പെട്ട്, ഈ വ്യാപാര തർക്കങ്ങൾ പരാജയപ്പെട്ട അവസാനം ഇന്ത്യക്ക് മേൽ അധിക തീരുവ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടും ഇന്ത്യ അടിയറവ് പറയാതെ നിൽക്കുന്നത്. ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചിലർക്കും ഇനിയും ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. കാരണം രാജ്യം ഒന്നാകെ രാഷ്ട്രപ്രതിനിധിയുടെ കീഴിൽ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണിപ്പോ. എന്തായിരുന്നു ഇന്നത്തെ ഈ വ്യാപാര തർക്കത്തിന്റെ മൂല കാരണം? 2 കാരണങ്ങളാണ്. അതിന് ഒരു കാരണത്തെ മറ്റൊരു കാരണം കൊണ്ടെടുത്ത് പറയുന്നതേ ഉള്ളൂ. ഇവിടെ പറയുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു, അതൊരു കാരണം പറയുന്നതാണ്. യഥാർത്ഥ കാരണം അമേരിക്കയിലെ കാർഷിക വേസ്റ്റുകൾ, അങ്ങനെ തന്നെ പറയുന്നതാണ് ശരി. കാർഷിക വേസ്റ്റുകൾ, അവർക്ക് ആവശ്യമില്ലാത്ത കാർഷിക വേസ്റ്റുകൾ, അവർ ഉപയോഗിക്കാത്ത വേസ്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ എന്ന വ്യാജേന ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യണം, ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരണം, ഇവിടെ ഇന്ത്യ ഇറക്കുമതി ചെയ്യണം. പക്ഷെ അത് ഇന്ത്യ അംഗീകരിച്ചു കൊടുക്കില്ല. കാര്യം ഇന്ത്യയുടെ കാർഷിക വ്യവസ്ഥയുടെ കർഷകരുടെ നട്ടലൊടിക്കുന്ന ഒരു തീരുമാനവും ഇന്ത്യ എടുക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. അതങ്ങനെ നമ്മുടെ ഭരണാധികാരിയുടെ നിലപാടാണ്. ആഭ്യന്തരമായി നേരത്തെ പറഞ്ഞതുപോലെ പല തർക്കങ്ങളും ഉണ്ടാകാം, പക്ഷെ അതൊന്നും മറ്റ് രാജ്യങ്ങളുടെ കാൽക്കീഴിൽ അടിയറ വെക്കേണ്ടതല്ല എന്ന് നമുക്കറിയാം. ഇന്ത്യ ഇത്തരത്തിൽ ഒരു വ്യാപാര ഇറക്കുമതിക്ക്, അതായത് അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ ഡംപ് ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് 25% തീരുവ ഏർപ്പെടുത്തിയെന്ന് ഓർക്കണം. എന്നിട്ട് അതിനൊരു മുട്ടാപ്പോക്ക് വർത്താനം കൂടി പറഞ്ഞു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതാണ് കാരണം. അങ്ങനെ എണ്ണ വാങ്ങരുത്, ഇന്ത്യയും റഷ്യയും തമ്മിൽ അത്തരത്തിലൊരു ബന്ധം ആവശ്യമില്ല, അമേരിക്ക പറയുന്നത് കേട്ട് അമേരിക്കയുടെ കാൽ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. അതിന് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒരു അക്ഷരം ഇന്ത്യ മിണ്ടിയില്ല. അതായത് ട്രംപ് അവിടെ നിന്ന് എന്തൊക്കെ തീരുമാനം എടുത്തപ്പോഴും 25% അധിക തീരുവ ഏർപ്പെടുത്തിയപ്പോഴും
എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ഇവിടുന്ന് ക മ എന്നൊരക്ഷരം, രണ്ടക്ഷരം ഇവിടെ ഇന്ത്യ പറഞ്ഞിട്ടില്ല. മോദി ഒന്നിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ എന്നാൽ ഒന്നുകൂടി ഞെട്ടിച്ചു കളയാം എന്ന് വെച്ചുകൊണ്ടാണ് ഭീകരമായിട്ട് ഇത് 50% ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. ഇന്ത്യ എന്നിട്ടും പ്രതികരിച്ചില്ല. അതായത് ഏതെങ്കിലും തരത്തിലൊന്ന് പ്രതികരിക്കണ്ടേ, എന്താണ് നിങ്ങൾ ഇങ്ങനെ എന്ന് ചോദിക്കണ്ടേ, ഒരു ചോദ്യവും ചോദിച്ചില്ല, മിണ്ടിയില്ലെന്ന്. അങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ, അതായത് അവഗണിച്ചു, അവോയ്ഡ് ചെയ്തപ്പോൾ ഉടനെ നേരെ പുടിനെ വിളിച്ചു. പിന്നെ അടുത്ത മാർഗമാണല്ലോ, കാരണം ഇറങ്ങിപ്പോയപ്പോൾ നേരെ പുടിനെ വിളിച്ചിട്ട് അവർ തമ്മിലൊരു ചർച്ച, പുടിനും ട്രംപും തമ്മിലുള്ള ഒരു ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു. അതെന്തായെന്ന് മനസ്സിലായല്ലോ. അത് കൂനിന്മേൽ കുരുവായി. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. കുറച്ച് കാര്യമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ട്രംപ് എങ്ങനെയാണ് അതിൽ അടി കിട്ടിയത്, എങ്ങനെയാണ് കുനിഞ്ഞ് പുടിന്റെ കാല് പിടിച്ചത് അവസാനിപ്പിച്ചത് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്ത്യ പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ഗവനിച്ചിട്ടില്ല. റഷ്യ കാര്യം പറഞ്ഞുകൊണ്ട്, ഇന്ത്യയെ അന്വയിപ്പിച്ചുകൊണ്ട് ഇന്ത്യ വീണ്ടും അമേരിക്കയുടെ പരിധിയിലേക്ക് കൊണ്ടുവരാം എന്ന് കരുതിയിട്ടാണ് പുടിനെ വിളിച്ചത്. പക്ഷേ പുടിൻ അത് ഗവനിച്ചില്ല എന്ന് മാത്രമല്ല, പുടിന്റെ കാര്യം നേടിയെടുക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ കാര്യത്തിൽ പുടിൻ യാതൊരു ഇടപെടലും നടത്തിയില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് മേൽ ഒരു സ്വാധീനം നടത്താൻ അമേരിക്കയ്ക്കും പറ്റിയില്ല. സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അമേരിക്ക പ്രതീക്ഷിക്കാത്ത പല നീക്കങ്ങളും ഇന്ത്യ നടത്തി തുടങ്ങി. കാര്യം ഇന്ത്യ ബദൽ നീക്കങ്ങൾ നടത്തി തുടങ്ങി. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതിലുപരി ഇന്ത്യൻ ആഭ്യന്തര വിപണി വർദ്ധിപ്പിക്കുക, വികസിപ്പിക്കുക എന്ന് ഇന്ത്യ തീരുമാനമെടുത്തു. അതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ഒരിക്കലും അമേരിക്ക പ്രതീക്ഷിച്ചല്ല ഇത്. അതായത് അമേരിക്കയിലേക്ക് ആണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ കയറ്റുമതിയുടെ തീരുവ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നട്ടലൊടിയും എന്നാണ് കരുതിയത്. പക്ഷെ ഇന്ത്യ പൂർണ്ണമായും അമേരിക്ക ഒരു വിപണിയേ അല്ല, ഞങ്ങൾക്ക് ആ വിപണി വേണ്ട എന്ന തീരുമാനമെടുത്തതോടുകൂടി അമേരിക്ക സത്യത്തിൽ നട്ടലൊടിഞ്ഞ് നാറാണക്കൽ ഇളകി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇന്ത്യ അമേരിക്കയുടെ കാല് പിടിച്ച് അങ്ങോട്ട് ചെല്ലും, അല്ലെങ്കിൽ ട്രംപിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അമേരിക്കയ്ക്ക് ട്രംപിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യ ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തുന്നതും അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി, അല്ലെങ്കിൽ അമേരിക്കയുമായി ഇനി വ്യാപാര ബന്ധങ്ങൾ ഇനി ആവശ്യമില്ല, ഇന്ത്യ ബദൽ ബന്ധങ്ങൾ ഉണ്ടാക്കാം. നാളെ ഇനിയിപ്പോ അമേരിക്ക ഒരു പക്ഷേ നമ്മളുമായി സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് നിലനിൽക്കണമല്ലോ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു ഗവേഷണത്തിലാണ് ഇന്ത്യ പോയത്. അതിന്റെ ഭാഗമായിട്ടാണ് GST-യിലൊക്കെ ഈ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയത്. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. ഇന്ത്യ തന്നെ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇപ്പോ അമേരിക്കയാണ് ലോക വിപണിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നാളെ ഇന്ത്യയായിരിക്കും ലോക വിപണിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ആഭ്യന്തര വിപണി അങ്ങനെയാണ്. ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, ഉപഭോക്താക്കളുണ്ട്, രണ്ടുമുണ്ട്. 145 കോടി ജനങ്ങളിൽ ഇത് രണ്ടുമുണ്ട്. അതിനെ നയിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ശക്തമായ ഒരു ഗവൺമെന്റ് സംവിധാനമുണ്ട്. അതുപോലെ മറ്റ് വ്യാപാര സംവിധാനങ്ങളുണ്ട്, എല്ലാമുണ്ട്. സാമ്പത്തിക അച്ചടക്കവുമുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ജനാധിപത്യ രാജ്യത്തെ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്നതല്ല എന്ന് ട്രംപ് മനസ്സിലാക്കാത്തത് അദ്ദേഹത്തിന്റെ മണ്ടത്തരം. ഏതായാലും അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിന് ഇന്ത്യ വല്ല പ്രസക്തി കൊടുക്കുന്നില്ല. ഒരു വ്യാപാര ബന്ധം ആവശ്യമില്ല, ആരെയും കാല് പിടിച്ചുകൊണ്ടുള്ള ഒരു വ്യാപാര ബന്ധം ആവശ്യമില്ല എന്ന ഇന്ത്യൻ തീരുമാനത്തിൽ ഒരൊറ്റ കോൾ പോലും അങ്ങോട്ട് ചെല്ലാത്ത സാഹചര്യത്തിൽ നിരാശനായ ട്രംപ് അടുത്ത ചർച്ചയ്ക്കായി ഇന്ത്യയിലേക്ക് വരാനിരുന്ന ഒരു തീരുമാനം, ഇനിയിപ്പോ 27-ാം തീയതിക്ക് മുമ്പ് വരാനിരുന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം വേണ്ടാന്ന് വെച്ചേക്കണം. ഇപ്പോ 27-ാം തീയതിക്ക് മുമ്പ് റഷ്യയുമായിട്ടുള്ള കരാറ് റദ്ദാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 50% ആക്കുമെന്നുള്ള ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി തീരുവ 50% ആക്കുമെന്നുള്ളത് അതും ഇപ്പൊ തൃശങ്കൂരിൽ നിൽക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ട്രംപാണ് ഇപ്പോൾ വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്നത്. ഇന്ത്യ അമേരിക്കയുമായി ഉള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ല, അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുമെന്ന് ട്രംപ് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഒരൊറ്റ കാര്യം അത്തരത്തിൽ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഈ ഒരു കാര്യമാണ് ട്രംപിന്റെ അടിതെറ്റിച്ചത്, അമേരിക്കയുടെ അടിയങ്കട്ട തെറ്റിച്ചത്. ആഭ്യന്തര വിപണിയിൽ രൂക്ഷമായ വിലക്കയറ്റവും പണപ്പെരുപ്പവും കൊണ്ട് പൊറുതിമുട്ടയാണ് അമേരിക്ക ഇപ്പോൾ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തങ്ങളുടെ സ്വന്തം രാജ്യങ്ങൾ, സുഹൃത്ത് രാജ്യങ്ങൾ, അവരെയൊക്കെ ശത്രുക്കളാക്കുകയാണ്. പക്ഷെ അതുപോലെ അല്ല ഇന്ത്യ. അവരൊക്കെ ഒരു പക്ഷേ ട്രംപ് പറയുന്നത് അനുസരിച്ചിട്ട് റാൻ മൂളി കുറെയൊക്കെ മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യക്ക് വ്യക്തമായ നിലപാടുണ്ട്, ശക്തമായ ഭരണാധികാരികളുണ്ട്, ശക്തമായ സാമ്പത്തിക അടിത്തറയുണ്ട്, വ്യാപാര അടിത്തറയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തകർക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല, ഒരു രാജ്യത്തിന് എളുപ്പമല്ല. ചുരുക്കം പറഞ്ഞാൽ ട്രംപിന് നിലതെറ്റിയപ്പോ പിന്നെ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണം. അങ്ങനെയാണല്ലോ, നുണ പറയാൻ മിടുക്കനാണ്. നമുക്കറിയാലോ, മുമ്പ് പാകിസ്ഥാൻ ഇന്ത്യയിൽ ചൊറിഞ്ഞ് ഇന്ത്യ തിരിച്ചടി കൊടുത്ത സമയത്ത് ഇന്ത്യ പാക് വാറിലേക്ക് പോകും എന്നുള്ള സാഹചര്യം വന്നപ്പോ പിന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞു, നമ്മൾ വെടിനിർത്തി. കാര്യം നമ്മള് ഇങ്ങോട്ട് ചൊറിയാൻ വന്നു, നമ്മൾ മാന്തി കൊടുത്തു, അത്ര തന്നെ ഉള്ളൂ. ഇങ്ങോട്ട് ചൊറിയുന്ന അനുസരിച്ച് മാന്തിയാൽ മതിയല്ലോ. എന്നാൽ ഇന്ത്യ നിർത്തി കഴിഞ്ഞപ്പോ അത് നമ്മളാണ് നിർത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് അവകാശവാദം കൊണ്ട് വന്നത് കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ഇപ്പോ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങണ്ടെന്ന് തീരുമാനിച്ചു.
എന്ന് പറഞ്ഞ് റഷ്യക്ക് ഒരു നല്ലൊരു വ്യാപാര എന്താ പറയുക ബന്ധം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് അടിച്ചുവിടുന്നുണ്ട്. സത്യത്തിൽ ഇത് യാതൊരു അർത്ഥവുമില്ല. കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ ടേമിൽ 16 ലക്ഷം ബാറിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നെങ്കിൽ ട്രംപ് ഇത് പറഞ്ഞതിന് ശേഷം, ട്രംപുമായി ഈ അടി തുടങ്ങിയതിന് ശേഷം 20 ലക്ഷം ബാറിലായിട്ട് കൂട്ടുകയാണ് ചെയ്തത്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്, റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അതായത് അളവ് കുറയ്ക്കുകയല്ല, കൂട്ടുക ചെയ്തത്. എന്നിട്ടും ട്രംപ് തള്ളിവിടുകയാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നില്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല, റഷ്യയുമായിട്ടുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ചെന്നു. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയിൽ ജനം പൊറുതിമുട്ടുന്നു. അമേരിക്കയിലെ ജനം ട്രംപിന് നേരെ തിരിയുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇന്ത്യയുമായുള്ള ആ ഒരു പ്രശ്നം ഒന്ന് ഒഴിവാകാൻ വേണ്ടി ജയിച്ചെന്ന് നുണ പറയണം. നുണ പറഞ്ഞുകൊണ്ട് ഇന്ത്യയുമായി അടുത്തുകൊണ്ട് പഴയ വ്യാപാര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണം. എനിക്ക് തോന്നുന്നത് ഈ 25% എന്നുള്ളത് 50% അക്കല്ല ഇനി ചെയ്യാൻ പോകുന്നത്. ഈ 25% റഷ്യയുമായിട്ടുള്ള വ്യാപാര കരാറുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇന്ത്യ റദ്ദാക്കിയ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയുടെ പരിധിക്ക് വന്ന സാഹചര്യത്തിൽ ഇനി തീരുവയേ വേണ്ട എന്നൊരു തീരുമാനം അമേരിക്ക എടുത്താൽ, ട്രംപ് എടുത്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അമേരിക്കക്കാർക്ക് മറ്റുള്ളവർക്കും അറിയില്ലല്ലോ ഇന്ത്യൻ നിലപാട് എന്താണ്, ഇന്ത്യ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളത്. കാര്യങ്ങൾ എങ്ങനെ പോയാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വ്യക്തമായ നിലപാടുണ്ട് എന്നത് GSTയിൽ വന്നിട്ടുള്ള ഇപ്പോഴത്തെ ഈ അഴിച്ചുപണി തന്നെ തെളിയിക്കുന്നതാണ്. ഇന്ത്യ ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തും, ആഭ്യന്തര ഉൽപാദനവും വിപണനവും കൂടും. ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, മറ്റ് അക്കൗണ്ടുകളൊക്കെ ഇന്ന് അമേരിക്കയാണ് കൈയാളുന്നത്. എന്നാൽ ആ സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യയും ഒരുപക്ഷെ ആ നിലയിലേക്ക് എത്തിച്ചേരണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സുദർശൻ ചക്ര, ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യയിൽ ഒരുക്കും, 2035 അത് സാധ്യമാക്കുമെന്ന് ഇന്ത്യ പറയുന്നത്. വലിയ ലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ടയിലെ ആ പ്രസംഗം ഏതായാലും ട്രംപ് കേൾക്കാതിരിക്കില്ല. അതിനുശേഷം ഇനിയിപ്പോ പുടിനെ വിളിച്ചു വരുത്തിയിട്ട്, അപ്പോൾ അലാസ്കയിലേക്ക് വിളിച്ചു വരുത്തി അവസാനം കാല് പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായി. പുടിൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ട്രംപ് അപ്പടി അംഗീകരിച്ചുകൊണ്ട് ഷെലൻസ്കിയെ ഇനി വിളിച്ചു വരുത്താണ്. ഇനിയിപ്പോ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. വിളിച്ചു വരുത്തി സൽക്കാരം കൊടുക്കുകയാണ്. അങ്ങനെ പുടിനെ വിളിച്ചു വരുത്തി അവസാനം പുടിന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് കാല് പിടിച്ച് സമ്മതിച്ചു കൊടുത്തതുപോലെ ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തി അതുപോലെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും നമ്മുടെ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ നിലവിലെ കണ്ടീഷനും ഇന്ത്യയുടെ നിലപാടും എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Different angles. Don't forget to subscribe and support this channel.